അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ആര്യൻ, നെവിൻ, അക്ബറാണ്. അതായത് അനീഷാണ് എപ്പോഴത്തെയും പോലെ ആദ്യം നോമിനേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അനീഷ് നിവീനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്യുന്നു. നിവീൻ വന്നിട്ട് അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. ലക്ഷ്മി നിവീനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. അക്ബർ ആര്യനെയും നിവീനെയും നോമിനേറ്റ് ചെയ്യുന്നു. ആര്യൻ നിവീനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഷാനവാസ് നിവീനെയും നൂറയെയും നോമിനേറ്റ് ചെയ്യുന്നു. സാബുമാൻ ആര്യനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്യുന്നു. നൂറ നിവീനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. അനുമോള് നൂറയെയും ആദിലയെയും നോമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ ആദില നിവീനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ 6 വോട്ടുകളോടുകൂടി ആര്യൻ, 7 വോട്ടുകളോടുകൂടി നിവീൻ, 3 വോട്ടോടുകൂടി അക്ബർ. ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന്, അതായത് വരാൻ പോകുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന്. മാത്രമല്ല വരാൻ പോകുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരായാലും അവർക്ക് നോമിനേഷൻ ഫ്രീ ഉണ്ടാകുമോ എന്നും നമുക്ക് അറിയില്ല. അതായത് അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു എല്ലാവരും നോമിനേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ഓപ്പൺ നോമിനേഷനും ആയിരിക്കാം, അറിയില്ല. അറിയാം എന്നുള്ളവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 10 കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു 10 പേരായാലും ഇപ്പോൾ 10 പേര് കഴിഞ്ഞ് പിന്നെ ഒരാൾ പോയ പിന്നെ 9 പേരേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവരും നോമിനേഷനിലേക്ക് വരുമെന്നാണ് എനിക്കൊരു തോന്നൽ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.